നിങ്ങൾക്ക് ആങ്കറായിട്ടുള്ള വീണ അറിയിക്കും, സിനിമ പ്രൊമോഷനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന വീണ അറിയായിരിക്കുമല്ലോ. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്, 4 മാസം ആവുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ബഹുമാനം തോന്നി എന്നുള്ള സത്യം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. വീണ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ വീണയ്ക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ സാധ്യതയാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. സാധാരണ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പ്രഗ്നൻസി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാക്സിമം ഇതങ്ങ് യൂസ് ചെയ്യും. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, വ്യൂ കൂട്ടുക, വരുമാനം ഉണ്ടാക്കുക, അങ്ങനെ പല പരിപാടിയും ഈ 10 മാസം കൊണ്ട് ഇവർ ചെയ്തു വെക്കും. അതിപ്പോൾ അറിയപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിനിടയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വീണയുടെ ഈ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ അവർ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ. ഇപ്പം അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കും, നിങ്ങളെ കാണാനില്ലല്ലോ, അതായത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവരുടെ മുഖഭാഗത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയിൽ കോണ്ടന്റ് ഒന്നും വീണ ഇടുന്നുമില്ല. അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർ വന്നിട്ട് ഒരു ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയിലൂടെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. അതിനിടയിൽ അവർ അനാവശ്യമായ രീതിയിൽ സെൻറ്റിമെൻറ്റ്സ് കുത്തിക്കയറ്റിയില്ല, ഒരു കച്ചറ പരിപാടിയും കാണിച്ചില്ല, ഒരു അലമ്പ് പ്രൊമോഷനും കാണിച്ചില്ല. ഈ അവരുടെ പ്രഗ്നൻസി യൂസ് ചെയ്യാൻ അവർ ഈ ഒരു വീഡിയോ ഉപയോഗിച്ചില്ല എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അത് ഒരു ക്വാളിറ്റിയാണ്. അതിനകത്ത് പറയുന്ന കുറച്ച് മെസ്സേജുകളുണ്ട് വീണയുടെ. ആ വീഡിയോ ഞാൻ ഫുൾ ഇരുന്ന് കണ്ടു എന്നുള്ളത്. ആ വീഡിയോ പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആവേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയി എന്നുള്ള പേരിൽ നമ്മൾ ഇനിയും നമ്മുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനെ പറ്റിയ ഒരു കാര്യം പറയുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രഗ്നൻസി പീരീഡിൽ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള മെഡിക്കൽ കാര്യങ്ങളെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കച്ചറ ഉണ്ടാക്കാതെ, ഒരു ഇമോഷനും ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു വിട്ടു. അതിനുശേഷം അടുത്ത വർക്കിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വെക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ത്രീകൾ ഇവർ മാക്സിമം ഇതങ്ങ് യൂസ് ചെയ്യും. സാധാരണ ഈ പ്രഗ്നൻസി കിറ്റ് ഉണ്ടല്ലോ, ഇവർ ആദ്യം മനസ്സിലാക്കി വെക്കും പ്രഗ്നൻ്റ് ആയെന്നൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം ഒരു അഭിനയമുണ്ട്. റീൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലും ഇവർ കിറ്റുമായിട്ട് പോകുന്നു, ബാത്റൂമിൽ പോകുന്നു, ഒരു ക്യാമറ ഓണാക്കി വെക്കുന്നു, എന്നിട്ട് അഭിനയമാണ്, നോക്കുന്നു, കരയുന്നു, എന്നിട്ട് ഉള്ള റിലേറ്റീവ്സിനെല്ലാം വിളിക്കുന്നു, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഭയങ്കര അടിപൊളി വ്യൂ. എന്നിട്ട് ഇവർക്കുണ്ടാവുന്ന മൂഡ്, പലതരത്തിലുള്ള മൂഡ് കാണും. ആ മൂഡൊക്കെ എടുത്തിട്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഇടുന്നു, ഛർദ്ദിക്കുന്നത് ഇടുന്നു. ഇങ്ങനെ ഇട്ട് മാക്സിമം ഇതിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന പരസ്യങ്ങൾ, ഇവർക്ക് ഡ്രസ്സിൻ്റെ പരസ്യം അല്ലേ, അങ്ങനെ അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ പരിപാടി ചെയ്ത് യൂസ് ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇരുന്ന കാര്യം കണ്ടോ, ഒരു ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. എന്ത് നാണക്കെട്ട പരിപാടിയെന്ന് വെച്ച് നോക്കിയാൽ, ഒരു ജനിക്കാൻ പോകുന്ന കുട്ടിയെ വെച്ചിട്ട് മാക്സിമം യൂസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വീണ കാണിച്ചത് മര്യാദയാണ്, മാന്യതയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾ കയ്യടി അറിയിക്കുന്നുണ്ട്. ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. ഇവരുടെ ഓരോ റിയാക്ഷൻസും ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകുന്നത് പോസ്റ്റ് ചെയ്യുക, സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്യുക, അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ട് ഒരു സസ്പെൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാണിക്കാറൊന്നും ആ 3 മാസം ഇവർ മിണ്ടിയില്ല. 3 മാസവും ഇവിടെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കണ്ടായിരുന്നു. കാരണം വീണയ്ക്കൊക്കെ അത്യാവശ്യം ആൾക്കാർ അറിയുന്നതാണ്. വീണയുടെ പ്രഗ്നൻസി എന്താ, വീണ ഗർഭിണിയാണ്, അതായത് മാക്സിമം യൂസ് ചെയ്തുകൂടായിരുന്നു വീണയ്ക്ക്, പക്ഷേ അത് ചെയ്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ഒരാളുടെ കാര്യം പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് ഒരു ഫോർച്യൂണർ എടുത്ത ഒരു ഫാമിലി ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ പറയുന്നില്ല പേരൊന്നും. ഒരു ചേട്ടൻ എന്നോട് ഭയങ്കര പ്രശ്നമാണ്. ആ ഫാമിലിയിൽ ഒരു ചേട്ടൻ്റെ ഭാര്യ ഒരു പ്രഗ്നൻ്റ്. ആ സമയത്ത് ഇവർ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കൊടുക്കുന്നു, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഡാൻസ് പരിപാടി, പിന്നെ ഇവർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു, അവരുടെ അച്ഛൻ്റെ സ്നേഹം ഉമ്മ കൊടുക്കുന്നതൊക്കെ ഷോട്ടൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ റീലിട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയെ വെച്ചിട്ട് അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടു എന്നുള്ളത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഇവരുടെ ചേട്ടനും അനിയനും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ തന്നെ ഒരു പ്രശ്നം. അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു ഫാമിലിയാണ്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഭയങ്കര ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, ഒരു ഭാര്യ, ചേട്ടൻ്റെ ഭാര്യ, ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം ഉണ്ടാകുന്ന നേരത്ത് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കുട്ടി, ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെപ്പോലും ആ ഫാമിലിയിലുള്ളവർ അച്ഛനും അല്ലെങ്കിൽ ചേട്ടനും ഒക്കെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പല ആൾക്കാരും. വീട്ടിലെ
പ്രശ്നങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഈ 10 മാസത്തെ പ്രഗ്നൻസി പീരീഡ് മാക്സിമം കച്ചവടത്തിന് വെക്കുന്ന പ്രധാനപ്പെട്ട സ്ത്രീകളാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാക്സിമം ഉപയോഗിക്കുക. ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക, ഇതിൽ നിന്നും പരസ്യങ്ങൾ ഉണ്ടാക്കുക, ഇതിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, ഇമാതിരി പരിപാടി ചെയ്യുക. അവിടെ ഒരു കുടുംബ വഴക്ക് വരെ കുട്ടിയുടെ പേരിൽ വെച്ചുകൊണ്ട്, ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പേരിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെലിവറി കേസ് ഒരു ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടൊക്കെ ഇവരെന്തും വേണ്ടി കണ്ടന്റ് എടുത്ത് പോസ്റ്റ് ചെയ്യുമെന്നറിയോ? ആ ഫാമിലി അതിൽ ജനിച്ചതിന് ശേഷം ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആ കുട്ടിയുടെ ഫേസ് പലപ്പോഴും കാണിക്കാറുണ്ട്. ജനിച്ചതിന് ശേഷം ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഫാമിലി സംസാരിക്കുന്നതിനിടയ്ക്ക് അതും ഇതുമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാം. കുട്ടിയുടെ പേരിൽ ഇവർ കരച്ചിൽ, ബഹളം. ഒരു അമ്മ ഇരുന്ന് കരയുന്നു, ഗർഭിണിയായ സ്ത്രീ കരയാൻ നേരത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് കൊള്ളും. അത് മാക്സിമം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അവസാനം ഇപ്പം ഞാൻ നോക്കാൻ നേരത്ത് ഒരു ഫോർച്യൂണർ കാർ മേടിക്കുന്നു. ഒരു വഴക്കുണ്ടായ 6 മാസം ആവുന്നേ ഉള്ളൂ. ഒരു ഫോർച്യൂണർ കാർ മേടിച്ചു, നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഈ കാർ മേടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ ചവിട്ടിയെന്ന് പറഞ്ഞാൽ ചേട്ടനോടും അനിയനോടും വീട്ടിലുള്ള അച്ഛനും അമ്മയും ഒരുപോലെയല്ല പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖത്തെ പാടൊക്കെ കാണിച്ച് അഭിനയിച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബം ഇവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോർച്യൂണറിൻ്റെ ഫ്രണ്ടിൽ. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവരുടെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന നേരത്ത് ആ ഒരു സമയം മാക്സിമം യൂസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കിടയിൽ വീണ എന്ന് പറയുന്ന സ്ത്രീ കാണിച്ചത് നല്ല മാതൃകയാണ്. ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി, പല ആൾക്കാരും ഗർഭകാലം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനെ, അല്ലെന്നുണ്ടെങ്കിൽ യാത്ര, ഹോസ്പിറ്റലിൽ പോകുന്നത്, ഇവരുടെ വീട്ടിലുള്ള സംസാരങ്ങൾ, പ്രതികരണങ്ങൾ, ഇതെല്ലാം എടുത്ത് മാക്സിമം യൂസ് ചെയ്യുക. എന്നിട്ട് കുട്ടി ജനിച്ചാലും കുട്ടിയുടെ നടത്ത, ഇരുത്ത, ഓട്ടം, നോട്ടം, കുട്ടി കഴിക്കുന്ന ഫുഡ്, കുട്ടിക്ക് ഇടേണ്ട വസ്ത്രം, കുട്ടിക്ക് ഉപയോഗിക്കേണ്ട പൗഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ എഴുതി. നിങ്ങളിപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിൽ കുട്ടികളെ മഹാഭൂരിപക്ഷം ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ചില ചാനൽസൊക്കെ തുടങ്ങും, കുട്ടിയുടെ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടുള്ള ആൾക്കാർ അതൊക്കെ കയറി നോക്കും, സബ്സ്ക്രൈബ് ചെയ്യും. ഇതിനുശേഷം അച്ഛനും അമ്മയും രംഗത്ത് വരും. ഇവരെ കണ്ട ചവർ പരിപാടിക്കും പ്രമോഷൻ ഈ കുട്ടി ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വീണ മാതൃകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വീണ മാതൃക 10 മാസം നല്ല പൈസ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും വീണ 3 മാസം മിണ്ടാതിരുന്നുണ്ടെങ്കിൽ ആ സമയം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ വീണയുടെയൊക്കെ പ്രഗ്നൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അമ്മാതിരി പ്രൊമോഷൻ അതിനകത്ത് കിട്ടിയാനെ. പക്ഷെ ചെയ്തില്ല. അതാണ് മാതൃക എന്ന് പറയുന്നത്. എനിക്ക് ആ കാര്യത്തിൽ വീണയോട് സ്നേഹമുണ്ട്, നിങ്ങളോട് റെസ്പെക്റ്റ് എനിക്കുണ്ട്.